ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറേ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാണ് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പോലും പറയുന്നവരുണ്ട്. സോ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസും അതുപോലെ തന്നെ പ്ലസ് ടു സ്റ്റുഡൻസിന് ഇപ്പോൾ നമുക്ക് വെയിറ്റേജ് ഉള്ള ഓരോ സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് ഏതാണെന്നൊക്കെ അറിയാനുള്ള ഒരു വീഡിയോ ആണ്. സോ ഇപ്പോൾ മാത്സിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ NCERT പുറത്തുനിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്നും അതെങ്ങനെ പഠിക്കണമെന്നും മാത്സ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതടക്കം ഞാൻ പറയുന്നുണ്ട്. PYQs സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നും ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ മുന്നേ വീഡിയോ ചെയ്ത പോലെ നമ്മൾ വലിയ ബോർഡ് സെറ്റപ്പിൽ കാര്യങ്ങളൊന്നും അല്ല ചെയ്തേക്കുന്നത്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ മുന്നത്തെ വീഡിയോക്ക് നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും നിങ്ങൾ ഓരോ കമന്റ്സ് ഇടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇനിയില്ല എന്നുള്ള റിയാലിറ്റിയാണ്, അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. കൂടുതൽ കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിക്കുന്ന ചാപ്റ്റർ നല്ല വെയിറ്റേജ് പോലെ നല്ല പോലെ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് സ്കോറ് നേടാൻ പറ്റും. സോ നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾക്ക് അത് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ചുമ്മാ ഇക്വേഷൻസ് എങ്കിലും നോക്കി പോയാൽ മതി ബാക്കിയുള്ള ചാപ്റ്റേഴ്സത്തെ. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ വെറുതെ ഇട്ട് കൊടുത്ത് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് ഉള്ള ഇതിലും ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ നമുക്ക് മാത്സിൻ്റെ കേസ് പറയാം. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് മാത്സിൻ്റെ കേസിലേക്ക് വരാം. മാത്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ പിന്നെ ഫോർമുലാസ് അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. പഠിക്കുന്ന സ്ഥലത്തൊന്ന് ഒട്ടിച്ച് വെക്കുക. കാരണം അതൊക്കെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഈ കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ 2 cos സ്ക്വയർ തീറ്റ -1 1 -2 sin സ്ക്വയർ തീറ്റ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഫോർമുലാസ് പഠിക്കുക, ക്ലാസ് കാണുക, പഠിക്കുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിച്ച് വെക്കുക. അത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല. നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. പക്ഷേ നിങ്ങൾ ആദ്യം അതിൽമേക്ക് ഇരുന്നാൽ നിങ്ങൾ ആകെ നെഗറ്റീവ് അടിച്ച് പോകും. അതുകൊണ്ടാണ് അതുമേക്ക് ഇരിക്കേണ്ട, ക്ലാസ്സും ജസ്റ്റ് കാണുക. ഇനി അടുത്താണ് നിങ്ങൾ കാണേണ്ടതാണ് വെക്ടറും 3D. ഈ രണ്ട് ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഓർഡറിൽ പറഞ്ഞു പോവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. വെക്ടർ 3D, കോണിക് സെക്ഷൻ, റെഡ് എന്താ ടെക്കെന്ന് വെച്ചാൽ കുറച്ച് ഔട്ട് ഓഫ് സിലബസ് NCERT നിന്ന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏത് ക്ലാസ് കാണേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത് സ്ട്രെയിറ്റ് ലൈൻസ്, പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യബിലിറ്റിയുടെ ചെറിയ ബേസിസ് ഉണ്ടായാൽ മതി. അതായത് എങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ചാപ്റ്റർ പക്കയാണ്, നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. മെട്രിക്സ് ഡിറ്റർമിൻസ് കൂടുതലും പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഇല്ല, കണ്ടിന്യൂറ്റി മാത്രം. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ ചുമ്മാ ഇക്വേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഭാഗമാണ് കണ്ടിന്യൂറ്റി. ഒരു ഷിഫ്റ്റിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റിനെ 2 ക്വസ്റ്റിനെ കണ്ടിന്യൂറ്റി എന്ന് കിട്ടാം. ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ ക്വസ്റ്റിന് ഒന്ന് 2-3 ക്വസ്റ്റ്യൻ ഒന്ന് വെറുതെ ചുമ്മാ പഠിച്ചു പോയാൽ മതി. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ചെയ്യാൻ കിട്ടും. ഡിഫറൻഷ്യബിലിറ്റിയും വെയിറ്റേജ് ഉള്ളതാണ്, പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ ഡിഫറൻഷ്യബിലിറ്റി പഠിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അടുത്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അടുത്ത പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ, ബൈനോമിയൽ. ഇൻവേഴ്സിൽ നിന്ന് നിങ്ങൾ ബോർഡിൽ നിന്ന് പഠിച്ചതിനേക്കാളും കുറച്ച് പോയിൻറ്റ്സ് അധികം പഠിക്കേണ്ടി വരും. പെർമ്യൂട്ടേഷൻസും ബൈനോമിയലും രണ്ടും ക്ലബ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈനോമിയൽ ഒരു 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് അധികം വരുന്നത്. പിന്നെ ഇൻറ്റഗ്രൽസ് മാത്സിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ്. പക്ഷേ നിങ്ങളൊരു ബിഗിനറിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ. സ്കിപ്പ് ചെയ്യാന്നേ പറയുള്ളൂ. കാരണം ഇൻറ്റഗ്രൽസിൻ്റെ ചെറിയൊരു ബേസിക് അറിഞ്ഞിരിക്കുക. ചെറിയ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കുക ഇൻറ്റഗ്രൽസിൽ നിന്ന്. ഈ ഇൻറ്റഗ്രൽസ് പറഞ്ഞത് നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. 40 ക്വസ്റ്റ്യൻസാണ് വരിക. അതായത് ഒരു ഷിഫ്റ്റിൽ തന്നെ 6-7 ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാൻ പറ്റിയ ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ്. ഓക്കെ, ഇനി അടുത്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഔട്ട് ഓഫ് NCERT നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ. പക്ഷേ നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ബോർഡ് എക്സാം പോലെ കോഞ്ചുഗേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വെച്ചിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഒരു എൻട്രൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും
ഒരു ക്വസ്റ്റ്യൻ്റെ മേലെ 5-6 മിനിറ്റ് ഇരുന്നിട്ട് കാര്യമില്ല. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രോപ്പർട്ടീസും കുറച്ച് കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഏത് ക്ലാസ് കാണണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് മാത്സിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഇനി അടുത്തത് നമുക്ക് ഫിസിക്സിൻ്റെ കേസ് പറയാം. ഫിസിക്സിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, റൊട്ടേഷൻ മോഷൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, ഫ്ലൂയിഡ്സ്, വേവ്സ്, തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി നല്ല വെയിറ്റേജ് ഉള്ള ചെറിയ ചാപ്റ്ററാണ്. അതൊരു പ്രത്യേക എങ്കിൽ ഞാൻ അടയാളപ്പെടുത്തിയത്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് ചാർജസ്, പൊട്ടൻഷ്യലിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വെയിറ്റേജ് വരാം. സോ അതാണ് പൊട്ടൻഷ്യൽ. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. മൂവിങ് ചാർജസ്, EMI, AC പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, EMI പഠിക്കുക. സെമി കണ്ടക്ടർ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും പഠിക്കാൻ, ഞാൻ പ്രത്യേകിച്ചായിട്ട് ഒരു എക്സെപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ ചാപ്റ്ററും നമുക്ക് ഈ മാത്സ് മാതിരി ഇതിൻ്റെ ബേസ് അതിലേക്ക് വേണം അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാം എൻ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഈ ലോസ് ഓഫ് മോഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ എന്താ പറയുക വണ്ടി മോഷൻ്റെ ആ ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അത് നിങ്ങളൊരു ബോർഡ് എക്സാം പഠിച്ച കുട്ടിയായതുകൊണ്ട് നിങ്ങൾക്കതിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വലിയ സ്ട്രെസ് ചെയ്ത് പറയാത്തത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോയാൽ കിട്ടും എന്നല്ല പറയുന്നത്. നിങ്ങളിപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയേണ്ട കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അടുത്താണ് കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി നല്ല വെയിറ്റേജാണ്. സൊല്യൂഷൻ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇക്വിലിബ്രിയം, കെമിക്കൽ കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്. ഇതാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. ഇത് പഠിക്കുക. കെമിക്കൽ കൈനറ്റിക്സ് നല്ല വെയിറ്റേജ്, ഇലക്ട്രോ കെമിസ്ട്രി നല്ല വെയിറ്റേജാണ്, ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി അടുത്ത് ഇനോർഗാനിക് കെമിസ്ട്രി എന്തായാലും പഠിക്കുക. കാരണം നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. ടൈം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നമുക്ക് ലാഭിക്കാം ഇനോർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. കാരണം DNFൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളവർക്കാണ് ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. കിട്ടി മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ വിടുക. അതിൻ്റെ പിന്നാലെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ, അതൊരു വൺ വേർഡാണ്. കിട്ടി പോയാൽ പോയി, ചെയ്യുക പോരുക. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും DNF എന്ന് വരിക. പിന്നെ കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ തന്നെ കോർഡിനേഷൻ കെമിക്കൽ ബോണ്ടിങ് ചിലപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും, എന്നാലും പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇനോർഗാനിക് കെമിസ്ട്രി. ഞാൻ അടുത്തത് ഓർഗാനിക്കിലേക്ക് പറയുമ്പോൾ അതാണ് കുറേ പേരെ പേടി സ്വപ്നം. GOC, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. അതിലെ നോമൻക്ലേച്ചർ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്, ആസിഡ് ബേസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് GOC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും പഠിക്കാണ്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കുറേ ആസിഡ് ബേസ് കമ്പാരിസൺ, ആൽക്കഹോൾ ഫീനോളുടെ ബോയിലിംഗ് പോയിൻറ്റ് കമ്പാരിസനൊക്കെ വരും. അതിനൊക്കെ നിങ്ങൾക്ക് ഈ എഫക്റ്റും അതിൻ്റെ ഓർഡേഴ്സും ഒക്കെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ പഠിക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഓർഗാനിക്കിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. എല്ലാം പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്ത ചാപ്റ്റേഴ്സാണ്. പക്ഷേ നിങ്ങൾക്കൊരു ബോർഡ് എക്സാമിൻ്റെ ചെറിയൊരു ബേസ് ഉണ്ടെങ്കിൽ ഹാലോ ആൽക്കെയിൻസൊക്കെ ഓൾമോസ്റ്റ് ഈസി ചാപ്റ്റേഴ്സാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ഹൈഡ്രോ കാർബൺസ് പഠിക്കുക. പിന്നെ ഹാലോ ആൽക്കെയിൻസ് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടിട്ടൊന്ന് ഓടിച്ചിട്ടെങ്കിലും നോക്കുക. ഫിംഗിൾസ് റിയാക്ഷനും കാര്യങ്ങളൊക്കെ, റിയാക്ഷൻസിൻ്റെ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഫിംഗിൾസ് റിയാക്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണതാണ്. സോ അതൊന്ന് നോക്കി നോക്കുക. പിന്നെ ആൽക്കഹോള്, ആൾഡിഹൈഡ്, ഇത് രണ്ടുമാണ് മറ്റേ വലിയ ചാപ്റ്റർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ഹാലോ ആൽക്കെയിൻസിൽ നിന്ന് എല്ലാ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്റർ തന്നെയാണ് അതും. പക്ഷെ എന്താ ഉൾപ്പെടുത്താത്ത ചോദിച്ചാൽ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തുമ്പോൾ മനസ്സിലായില്ലേ, കുറച്ച് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അല്ലേ. ഇതിലും ചിലപ്പോൾ ഇതിന്ന് 1-2 വരാം, ഇതിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയത്. അതിനർത്ഥം നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് സ്കിപ്പ് ചെയ്യണം, അമീൻസ് സ്കിപ്പ് ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിലൊക്കെ ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ ഇൻ എ പ്ലെയിനെന്നും അതുപോലെ തന്നെ മോഷൻ ഇൻ 2D എന്നും ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും വരാറുണ്ട്. പക്ഷേ റൊട്ടേഷൻ മോഷന് 2 ക്വസ്റ്റ്യനാണ് വരുന്നത്, ലോസ് ഓഫ് മോഷന് 2 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് പറയുക. ടോട്ടൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആവറേജ് എടുക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സൊക്കെ ഉൾപ്പെടുത്തിയത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലാണ്ട് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യണം, അത് വെയിറ്റേജ് ഇല്ല, ഇത് വെയിറ്റേജ് ഇല്ല എന്നല്ല പറയുന്നത്. ഞാൻ ഈ സ്പെസിഫിക് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പറഞ്ഞാണ്. നമുക്ക് മാത്സ് പറയുന്ന മാതിരി അത്ര പെർഫെക്റ്റ് ആയിട്ട് വെയിറ്റേജ് ഇതിൽ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ലാസ്റ്റ് ഇയർ 2 വർഷത്തിൽ നല്ല വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് നോക്കിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നേക്കുന്നത് നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റേഴ്സ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് എത്ര ദിവസം പഠിക്കാണ്ട് നോക്കുക.
ഇപ്പോൾ അതായത് ഇന്ന് നമുക്ക് 43 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം പറഞ്ഞാൽ 24-ാം തീയതിയാണ്. 24-ാം തീയതി ജനുവരി 24 നൈറ്റാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ജനുവരി സ്കിപ്പ് ചെയ്താൽ ഫെബ്രുവരി മാർച്ച് 2 മാസം ഇല്ല, ഫെബ്രുവരി കുറച്ചുള്ളൂ. പക്ഷേ നിങ്ങൾ ആ ബാക്കി 25-ത്തെ കുറച്ച് ദിവസം കൂടി കൂട്ടിയാൽ ഒരു 2 മാസം കണക്ക് കൂട്ടിക്കോ. അപ്പോൾ 60 ദിവസമായി, 43 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പഠിച്ചു പോവുക. അങ്ങനെ നിങ്ങളൊരു കണക്കാക്കി വെക്കുക വിചാരിക്കും. നിങ്ങൾക്ക് ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ 15 ദിവസം കൊണ്ട് ഇത് റിവിഷൻ ചെയ്ത് ഈ മാത്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടുള്ളൂ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ക്ലാസ് കണ്ട കാര്യങ്ങളും പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ ഒന്നും കൂടി ഈ ടോപ്പിക്കിലേക്ക് ഞാൻ ഒന്നും കൂടി വരാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ക്ലാസ്സാണ് സൈലത്തിൻ്റെ 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച്. ഞാൻ എല്ലാവരോടും പറയണതാണ് ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു പെട്ടെന്ന് കാര്യങ്ങൾ കണ്ട് എല്ലാ തിയറിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് സൈലം 50 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ഞാൻ പറയുന്നത്. അല്ലാണ്ട് സൈലത്തിലും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല. ഓക്കെ, സൈലം 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ക്ലാസ്. ഓക്കെ, ഞാൻ അടുത്ത് പറഞ്ഞാൽ മാത്സ് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. മാത്സിൽ ഫസ്റ്റ് നിങ്ങൾ ഈ ക്ലാസ് കാണുക. ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം PC തോമസ് ചൈതന്യ ക്ലാസ്സസ് ഉണ്ട്. അവരുടെ PYQ കീം 2024 സോൾവ് ചെയ്ത PYQ നിങ്ങൾ കാണുക. വീഡിയോ സൊല്യൂഷനായിട്ട് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററിൻ്റെയും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ സൊല്യൂഷൻ ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതെങ്ങനെയെന്ന് ചെയ്യണമെന്നൊക്കെ നമ്മൾ സ്റ്റക്കായ പിന്നെ ആളെങ്ങനെ ചെയ്യണമെന്ന് നോക്കുക. ആൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുക. അപ്പോഴും ചിലപ്പോൾ സ്റ്റക്കാവും. അപ്പോൾ ഒന്നും കൂടി നോക്കുക, ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററും ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ആ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് യൂട്യൂബിൽ തന്നെ എടുത്തിട്ട് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ വീണ്ടും സ്റ്റക്കാവും. അപ്പോഴാണ് നമുക്ക് മൈൻഡിലേക്ക് അപ്പോൾ പിന്നെ നമ്മൾ നോക്കി സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡിലേക്ക് അത് കൃത്യമായിട്ട് കയറുക. അതുപോലെ തന്നെ 25 PYക്കും കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അതും കാണുക. ഇനി അടുത്താണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിങ്ങൾക്ക് ഈ 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് കണ്ടാൽ പിന്നെ ഡയറക്റ്റ് PYQലേക്ക് പോയാൽ മതി. ഇതേപോലെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. മാത്സ് മാതിരി അത്ര ബുദ്ധിമുട്ടാവില്ല. നമുക്ക് വീണ്ടും ഈ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. 43 ചാപ്റ്റേഴ്സ് ഉണ്ട്. സപ്പോസ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കോണിക് സെക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മാത്രം ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു ദിവസം 2 ദിവസവും ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ എടുക്കും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഈ 24 PYQ ചിലപ്പോൾ ചെയ്യാൻ 24th PYQ 20 ദിവസം ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു 6 മണിക്കൂർ എടുക്കും. അതൊരു റിയാലിറ്റിയാണ്. എനിക്കും അങ്ങനെയാണ്, നിങ്ങൾക്കും അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഒരു 6 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ അത്ര സമയമോ നോക്കി ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ നോക്കി ചെയ്ത് പഠിച്ച് ചിലപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് തിയറി കാര്യങ്ങളൊക്കെ എഴുതി ഈ ചാപ്റ്റർ 24 PYQം കണ്ട് കഴിയുമ്പോൾ 6-7 മണിക്കൂർ സുഖമായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ 24ൻ്റെ PYQ പിന്നെ ചെയ്യാൻ നിങ്ങൾക്ക് മടുക്കും. അങ്ങനത്തെ കുറേ കേസിൽ വരും. മാത്സ് തന്നെ ഒരു ദിവസം ഫുള്ളായിട്ടിരുന്ന് ഫ്രഷ് ആയിട്ട് പഠിക്കുമ്പോൾ അത്ര വലിയ പുള്ളിങ്ങൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ മാത്സ് പഠിച്ച ഒരു 24 PYQ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ക്ലാസ്സെങ്കിലും കണ്ടു വെക്കുക. ഓക്കെ, പിന്നെ മറ്റേലേക്ക് പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ബോറടി ഒന്ന് കുറച്ച് കുറയും. അപ്പോൾ നിങ്ങൾ 2 ടോപ്പിക്ക് പഠിച്ചെന്നുള്ളൊരു ഊർജ്ജം കയറും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പഠിച്ച് പോവുക. അപ്പോൾ ഈ 43 ദിവസം ചിലപ്പോൾ നിങ്ങൾ 60 ദിവസം എടുക്കും ഇത് മൊത്തം പഠിച്ച് തീരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ നല്ല ടോപ്പിക്കൊക്കെ ഉണ്ട്. പിന്നെ PYQ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറേ ടൈം നിങ്ങളുടെ പോവും. ഇപ്പോൾ ഈ 43 ദിവസങ്ങളിൽ ഇപ്പോൾ കറക്റ്റ് 43 ദിവസം കൊണ്ട് നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞു വിചാരിക്കുക. വേണ്ട, ഒരു 50 ദിവസം കൊണ്ട് ഇത് കഴിഞ്ഞു. ബാക്കിയുള്ള 10 ദിവസം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിലും വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ടോപ്പിക്സിലാണെങ്കിൽ ഓസിലേഷൻ പഠിക്കാം, മോഷൻ ഇൻ 1D പഠിക്കാം, 2D പഠിക്കാം. സോളിഡ്സ് പഠിക്കണ്ട, സ്കിപ്പ് ചെയ്തോ. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് പഠിക്കാം. സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് AC പഠിക്കാം, വേവ് ഓപ്റ്റിക്സ് എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ന്യൂക്ലിയർ പഠിക്കാം. ഓക്കെ, അത് പഠിക്കാം. അത്ര പഠിച്ചാൽ മതിയായിരുന്നു. ഈ കെമിസ്ട്രിയിലെ കേസിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ് വെയിറ്റേജ് കുറവാണ്. ഹാലോൽക്കെയിൻസ് പഠിക്കാം. പിന്നെ ഇവിടെ വരുമ്പോൾ റിഡോക്സ് റിയാക്ഷനിൽ വരുമ്പോൾ ചുമ്മാ ഓക്സിഡേഷൻ്റെ കുറച്ച് ടൈമോ വേണ്ടുള്ള ചാപ്റ്റർ പഠിക്കാം. പക്ഷേ ഓക്സിഡേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. സോ അത് പഠിക്കാം. ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇത് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കില്ല, മാത്സ് പഠിക്കാം. മാത്സിലൊരു നല്ലൊരു ചാപ്റ്റർ നോക്കിയിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിച്ചാൽ മതി. ഏത് ചാപ്റ്ററാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു
അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ ഗ്രാഫിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കാം, സ്റ്റാറ്റി പഠിക്കാം, അതുപോലെ തന്നെ റിലേഷൻ ഫംഗ്ഷൻ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോണത്. സോ നിങ്ങൾക്കൊരു എങ്ങനെ പഠിച്ചു പോകണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.